കുട്ടി ഹലോ ഹലോ കുട്ടി. ആരാ? എൻ്റെ പേര് ഷെയ്ഖ്. കുട്ടിൻ്റെ പേരെന്താ? ഷെയ്ക്കാ? ആ എനിക്കറിയാം. മറ്റേ മറ്റേ പുള്ളിയുടെ പുള്ളിയല്ലേ? പുള്ളിയുടെ പുള്ളിയാ? മറ്റേ സൈഫറിന്റെ ഫ്രണ്ട് അല്ലേ? ആ കുട്ടിൻ്റെ പേരെന്താ? ഇതെന്തിനാടാ നാറി? എന്തിനാ ഇവിടെ? ഒരു മിനിറ്റ്. എന്തിനാ നാറി ഇവിടെ ഇരിക്കുന്നു? ഒന്ന് എണീറ്റ് പോ. കുട്ടി ഒന്ന് ഇങ്ങോട്ട് വാ. ഇതെന്തിനാ ഒരു പ്രൈവറ്റ് സ്പേസ് തരാതെ എന്തിനാ ഈ നിൽക്കുന്നവന്മാരെല്ലാരും? കുട്ടി വാ. കുട്ടീൻ്റെ പേരെന്താ? കുട്ടീൻ്റെ പേര് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ കുറേ പേര് വിളിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് മാറിയല്ലോ. ഇത് പി എൽ എന്താ എത്ര പി എൽ? ഇവിടുന്ന് പോവാ, ഒരു കോഫി അടിക്കാൻ പോവാ. എന്താ കുട്ടീൻ്റെ പേരെന്തേനോ? ഞങ്ങൾക്ക് അറിയാത്ത ഇഷിക്കാണോ? ആ ഭൂമി. ആ എനിക്ക് ഓർമ്മയുണ്ട്. ഭൂമിനെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ ഭൂമി നമ്മൾ ഒരു ചായ അടിച്ചിട്ട് വരാം. വാ ഇവിടെ ഭയങ്കര കത്തല ഭൂമി. വാ. ഒന്നും നടക്കാൻ പോണില്ല നവാഫെ. മുത്ത ഈഗോ ആയിട്ടാക്കല്ല. നമ്മളങ്ങനെ ലോകം ചുറ്റാൻ പോവാ മുത്ത. നീ എന്താന്ന് ഇത് വെയിറ്റ് ആക്ക്. കാണാത്തൊരു സ്ഥലമുണ്ടല്ലോ നമ്മളെ. നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും ഒരു പെണ്ണിന്റെ ഫോട്ടോ ഉണ്ട്. ഇത് ഓളെ ഫോട്ടോ ആണ്. അവരെ തൽക്കാലം ഇറ്റാക്ക് ഇവിടെ നോക്കട്ടെ. ഇതുണ്ട് മമ്മി. ഇങ്ങോ ഭൂമി. വീഴും താഴെ വീഴും താഴത്ത് ചാടി ചാവും. വേണ്ട ചാവും. ഇങ്ങ് താഴെ ഇറങ്ങ്. എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട്? എന്റെ പഴയ മുടിന്റെ കളറാ ഇത്. ഞാനൊന്നല്ല. ഞാൻ ഇത് തമ്മിൽ എന്ത് വ്യത്യാസം? സത്യം പറയാം, നിങ്ങളുടെ എക്സ് വല്ലതാണ്? എന്റെ എക്സ് ഒന്നല്ല ഇത്. നീയാന്ന് നിന്റെ ഫോട്ടോ നോക്കി വരപ്പിച്ചതാ. ഞാൻ ഇങ്ങനെ ഡ്രസ്സും ചെയ്യാറില്ല. ഇങ്ങനത്തെ മുടിയൊന്നുമല്ല, ഇത്ര നീളമൊന്നുമല്ല എന്റെ മുടിക്ക്. എന്റെ സങ്കല്പത്തിലുള്ള ഭൂമി ഇതായിരുന്നു സത്യം പറഞ്ഞ ഭൂമി. അതെ. പക്ഷെ നീ അതിന്റെ ഇടയിൽ പിങ്ക് ഒക്കെ ആറ്. അത് നാളെ ഫോട്ടോ മാറ്റി വെക്കാൻ പറയാം. നിന്റെ ഫോട്ടോ വെക്കാൻ പറയാം നാളെ. വാ എവിടെ വാ. എന്നിട്ട് ഭൂമി പറ. എന്താ നീ എന്താ സ്ലോ മോഷനിൽ നടക്കുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് ഇതിലൊരു പെൺകുട്ടിനായിട്ട് ഒറ്റക്ക് വരുന്നത് പോലും. അത് ഞാൻ ഫസ്റ്റ് ടൈം വരുന്ന ഭൂമിന്റെ കൂടെയാ. ആ സത്യം. അഥവാ നമ്മളെപ്പോഴും ലൈഫിൽ എന്താന്ന് വെച്ചാല് ലോ പൾസ് സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലായോ? ഒരു ലോ പൾസ് എന്താന്നുള്ളത് ഈ റൂമിൽ നമുക്ക് കാണിച്ചു തരും. ഇതിൽ ഈ ഫ്രണ്ട് കാണുന്നതിന്റെ മുകളിൽ പോയിട്ടില്ല. ഞാനും ഇതിന്റെ മുകൾക്ക് ആരും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. കൊള്ളാലേ? എന്ത് മൂടാലേ? പിന്നല്ല, എന്റെ ക്യാരക്ടർ ഇങ്ങനെ അല്ലടാ. ഞാൻ ഇങ്ങനെ മേടിക്കത്തില്ല ആരുടെയും കയ്യിൽ നിന്ന്. പക്ഷെ എന്റെ ക്യാരക്ടർ ഇങ്ങനെ, മനസ്സിലായോ? ഇപ്പൊ ഇവന്മാരെന്നെ പറയുന്നത് കേട്ടില്ല. എന്നെ കാണാൻ കുറെ, ഞാൻ അങ്ങനെ എപ്പോഴും എന്നെ കാണാൻ കിട്ടൂല. ഞാൻ അങ്ങനെ പറയുന്നതല്ല, ഞാൻ അങ്ങനെ എല്ലാവരുടെ ഇടയിലും അങ്ങനെ നിൽക്കാൻ എനിക്ക് അങ്ങനെ കഴിയൂല. ഞാൻ അങ്ങനെ വളരെ കുറച്ച് വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഞാനങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മീൻസ് ലൈക്ക് യു ആർ വെരി സംതിങ് സ്പെഷ്യൽ ടു മീ. ബാ ആ സാധനം മേടിക്കുക എന്തായാലും. ഞാൻ അങ്ങനെ ഒരു വണ്ടിയൊന്നും പെൺകുട്ടിയാക്കൊന്നും ആർക്കും ഇതുവരെ മേടിച്ച് ഒരു റാശൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഒരു സ്കൂട്ടർ എന്തോ അത് ഓള് പിന്നാലെ നടന്ന് ചോദിച്ച് വാങ്ങിയതാ. പക്ഷെ നീ അങ്ങനെയല്ല. ഇത് ഞാൻ മനസ്സറിഞ്ഞ് തരുന്ന, മനസ്സിലായോ? ബാ ഹലോ. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മനസ്സിലായോ? ഇതെന്താ ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പോൾ എനിക്കൊരു ചെറിയ കമ്മിറ്റ്മെൻറ്റ് എൻ്റെ അടുത്ത്, കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് എനിക്ക് എന്തോ ഒരു ഇത് വേറൊരു തരം ഫീലിങ്സൊക്കെ എനിക്ക് നിൻ്റെ അടുത്ത് തോന്നുന്നുണ്ട്. മനസ്സിലായോ?
കേൾക്കുന്നുണ്ടോ നിനക്ക്? നീ എന്താ അത്? കേക്കാം. ഹലോ. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ലൈഫിൽ നീ ഒരു പ്രയോറിറ്റി ആയി മാറുമോ എന്നുള്ളൊരു ഇതാണ്, മനസ്സിലായോ? ഇതിൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ. അപ്പം നീ അത് മനസ്സിൽ വെക്കുക, മനസ്സിലായോ? മൈൻഡിൽ വെച്ചാൽ മതി. കേക്കാം. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എനിക്ക് റെസ്പെക്ട് ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ആണോ? നടക്കുന്ന കേൾക്കുന്നേ എല്ലാവർക്കും ഡിപ്രഷൻ വന്നാൽ നടക്കണം. കോല് വേണോ? വടി ഞാൻ എത്ര വട്ടം വിളിച്ചു, നീ അടുത്തില്ലല്ലോ പോണം. ഞാൻ ഡിപ്രഷൻ അല്ല. അതല്ലേ പറഞ്ഞത്. പിന്നെ നീ നേരത്തെ വരാന്ന് കൊറേ വട്ടം പറഞ്ഞിട്ട് നീ വന്നില്ലല്ലോ. മോണിക്ക അതിന്റെ മോനെ ഇതിന്റെ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇല്ലല്ല അതൊന്നല്ല, നീ കണ്ടിട്ട് എന്നെ അവോയ്ഡ് ആക്കി. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്നെ അവോയ്ഡ് ആക്കും. ഓക്കെ എന്നെ അവോയ്ഡ് ആക്കും, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവോയ്ഡ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ നമുക്ക് നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇരിക്കോ ചെയ്യ്. ഞാൻ ഡിപ്രഷൻ ബ്ലോക്ക് ആക്കിയില്ല, പിന്നെ ഇങ്ങനെ അൺബ്ലോക്ക് ആക്കുക? നീ നിന്റെ വായിൽ തന്നെ നീ ഇപ്പൊ പറഞ്ഞില്ല, നീ ബ്ലോക്ക് ആക്കിയതാണ്. ഇപ്പൊ അൺബ്ലോക്ക് ആക്കിയിരുന്നു ആൾക്കാർക്ക്. മനസ്സ് കയറി കഴിഞ്ഞാൽ പിന്നെ അത് കയറിയതാ, മനസ്സിലായോ? അതങ്ങനെ പെട്ടെന്നൊന്നും പോകില്ല. ഒരു തോന്നിയ ഇഷ്ടം. സത്യം പറഞ്ഞാൽ നീ ഇന്നലെ സംസാരിച്ചു എന്ന് കരുതിയിട്ട് നിന്നോടുള്ള ഇഷ്ടമൊന്നും പോകാൻ പോകുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് വാശിയുള്ള കൂട്ടത്തിലാണ്. അതിൻ്റെ ദേഷ്യം കാണിക്കുന്നുള്ളതല്ലാതെ എനിക്ക് നിന്നെ അങ്ങനെ ഹെയ്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല, മനസ്സിലായോ? ഇന്നലെ എനിക്കത് പ്രാങ്ക് ആയിരുന്നു എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ അനാവശ്യമായിട്ട് കുറച്ച് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. അത് എനിക്കും ദേഷ്യം വന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ സെയിം വേ എന്റെ അടുത്തും ലോയലായിട്ട് നിക്കണം. ഇപ്പൊ കമ്മിറ്റ്മെന്റ് എന്ന് പറയാനായിട്ടില്ല. എങ്ങനെ പറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ നീ ഇന്ന് കാണാൻ നല്ല ക്യൂട്ടായിട്ട്. എന്താ പുതുങ്ങി നിൽക്കുന്നെന്താ? ഒന്നുമില്ല. താങ്ക് യു. പിന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചത് ഞാൻ കുറച്ച് പെൺകുട്ടികളോട് സംസാരിച്ചതിൽ എനിക്ക് എന്തോ എൻ്റെ അടുത്ത് മാത്രം ഒരു അത് എല്ലാവർക്കും അങ്ങനെയാണ്, മനസ്സിലായോ? അത് ഉള്ളിൽ ഒരു ഇഷ്ടം തോന്നുന്ന ആരെങ്കിലും ഒരാളുണ്ടാവും. എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയ ഒരാൾ നീയാണ്. അപ്പോൾ ഈ ഒരു മൊമെന്റിൽ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇനിയും ചിലപ്പോൾ വരാം, മനസ്സിലായോ? അപ്പം ഇങ്ങനത്തെ കാര്യത്തിൻ്റെ പേരിലൊന്നും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ഡൗട്ട് ചെയ്യാനുള്ളൊരു സംഭവമല്ല, മനസ്സിലായോ? അപ്പം എനിക്കൊരു സീരിയസ് ആയിട്ട് കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ, എനിക്ക് ഇതിൽ നിന്നൊരു തീരുമാനം കിട്ടണം. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു യെസ് എന്നുള്ളതിൻ്റെ അല്ല, പക്ഷെ എനിക്കൊരു ഞാൻ ഈ കാത്തിരിക്കുന്നതിന് എനിക്ക് എന്നെ നിരാശപ്പെടുത്തൂല എന്നുള്ളൊരു സംഭവം നീ എനിക്ക് തരണ്ട, മനസ്സിലായോ? അല്ലാതെ പ്രിപ്പയർഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ ടൈമും വേസ്റ്റാക്കി, നിൻ്റെ ടൈമും വേസ്റ്റാക്കി, നീയും കുറേ വെറുതെ ഇത്രയും കിടക്കേണ്ട നേരമായിട്ട് നീ ഇവിടെ ലേറ്റ് നൈറ്റ് സിറ്റിയിൽ വന്നിരുന്ന്, ഞാനും സിറ്റിയിൽ ഇത്രയും നേരം ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ടൈമിനൊക്കെ വാല്യൂ ഇല്ലേ? അപ്പോൾ ആ ഒരു നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് നീ തരണം.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു 2 വർഷമാണെന്നുണ്ടെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി കാത്തു വെക്കും. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ എനിക്ക്? ആ മനസ്സിലായി. എന്നാലും എന്താ നീ ഒന്നും പറയാത്തെ? അങ്ങനെയാണെങ്കില് വെയിറ്റ് ചെയ്തു. ആണോ? ആ ഉറപ്പല്ലേ? ഞാൻ ആ ഈ നിരുത്സാഹപ്പെടുത്തൊന്നുമില്ല. എടാ മോനെ, ഇത് നമ്മളെ വിജയം. ഏ പാട്ട് മാറ്റിട്ടാലോ? ഐ മീൻ ആ പറ. ആ എങ്ങനാ? അതായത് നീ വിചാരിക്കുന്ന പോലെ ചുമ്മാ ടൈം വേസ്റ്റ് അല്ലാന്ന് അറിയില്ല. ചുമ്മാ ടൈം വേസ്റ്റ് അല്ലാന്ന് കേക്കണ്ട? കേക്കാ. ആ ടൈം വേസ്റ്റ് അല്ലാന്ന്. ആ അന്നൊന്ന് ഇടിക്കുവോ നീ? ഞാൻ എന്തിന്? കിനാവത്തല്ലത്. ഇല്ല. നീ ഇത് പറ. ആ എന്താ വെച്ചാല് ആ ഓക്കെ ഇത്രയും ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നിക്കത്തില്ലായിരുന്നു. നോർമലി നോക്കുവാണെങ്കിൽ എനിക്ക് വേണ്ടി നീ ഒരുപാട് എഫോർട്ട് ഇടുന്നുണ്ട്. മനസ്സിലായോ? അതെനിക്ക് പറയാൻ വെച്ചാൽ എങ്ങനെ അറിയില്ല. എനിക്ക് ഇങ്ങനെ എഫോർട്ട് ഇട്ടാരും നിന്നിട്ടില്ല. എല്ലാരും പറയും ഇല്ല ഇപ്പൊ ഇഷ്ടം എന്നൊക്കെ പറയും. 1-2 ദിവസമൊക്കെ പിന്നെ നടക്കും. ഞാൻ നിക്കില്ല എന്ന് കാണുമ്പോ പോവും. ഇന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീ വെച്ചാല് ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഓർക്കുണ്ടോ? മറ്റേ ഹെലികോപ്റ്ററിലൊക്കെ വെച്ചിട്ട് വോയിസിലേക്ക് ആയിട്ട്. അതിപ്പോ നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും പൊട്ട് പുല്ലെന്നും പറഞ്ഞ് ഇട്ടിട്ട് പോകത്തുള്ളൂ. ഐ തിങ്ക് അത് ആർക്കും അറിയത്തില്ല ഒരു സിറ്റുവേഷൻ. അത് ഞാൻ പോലും അറിഞ്ഞില്ല. പക്ഷെ ആ ടൈമിൽ നീ എന്താ വെച്ചാല് വിട്ടുപിടിച്ചില്ല. അവിടെ ഞാൻ കണ്ടെച്ചാല് ഇത്രയും എഫോർട്ട് ആരെടുത്തിട്ടില്ല. അതാണ് പിന്നെ അതാണ് സത്യം പറഞ്ഞാ. വേറെ ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വർത്താനം എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർത്തങ്ങ് അവോയ്ഡ് ചെയ്യും. മനസ്സിലായോ? എന്റെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകേണ്ടതാണ്. അല്ല ഞാൻ ശരിക്കും തീർത്തന്നെ അവോയ്ഡ് ചെയ്യും. പക്ഷെ അത് നിന്റെ കേസിലായതുകൊണ്ടാ. അത് ഞാൻ പറഞ്ഞില്ലേ, ചിലത് അങ്ങനെയാ. ഒരു വട്ടം മനസ്സിൽ കയറി അത് അങ്ങനെ ഇങ്ങനെയൊന്നും പോവൂല. ഞാനിപ്പം മുതുക്കിലിപ്പം ഏതെങ്കിലും ഒരു പെൺകുട്ടികളോട് ഇരുന്ന് ലൈക്ക് അങ്ങനെ സംസാരിക്കണം തോന്നിയാൽ പോലും നിന്റെ അടുത്ത് തോന്നുന്ന ഒരു സംഭവം ഒന്നും എനിക്ക് വേറെ പെൺകുട്ടികളുടെ അടുത്ത് തോന്നുന്നില്ല. സീരിയസ്ലി അത് ഞാൻ മനസ്സിലാക്കണത് ലൈഫിൽ ഒരാളോടെ തോന്നുള്ളൂ. ഒരാളോടെ തോന്നുള്ളൂ. ശരിക്കും അങ്ങനെ പാടുള്ളൂ. അല്ല ഞാൻ കാര്യം പറയട്ടെ, ഗേൾസിന്റെ അടുത്ത് മിണ്ടല്ലോ ഞാൻ പറയാം. മിണ്ടിക്കാം. പക്ഷേ ഒരുമാതിരി പുറകെ നടക്കില്ലേ? ഞാൻ ആരെയും പുറകെ നടക്കല്ലോ. നിനക്ക് നല്ല ഫ്രീഡം ഉണ്ട് വെച്ചാൽ എല്ലാ ഗേൾസിന്റെ അടുത്ത് മിണ്ടിക്കും, സിറ്റുവേഷൻ ഉണ്ടാക്കി മിണ്ടിക്കും. പക്ഷെ അവര് മടുപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഞാനങ്ങനെ ചെയ്യോ? എനിക്കിത് പറയണ്ടേ. ഇങ്ങനെ വലിപ്പിക്കുന്ന എനിക്കൊന്ന് ഇതായിക്കൂടെ? എനിക്കൊരു കാര്യം പറയണ്ടേ. ചിലപ്പോ നീ നോ പറയും.
അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആര് നീ പറയും. ഞാൻ നോ പറയുന്നോ? എന്ത് കാര്യത്തില്? ഒരു കാര്യം പറഞ്ഞിട്ട് വേണം എനിക്ക് നിന്റെ അടുത്ത് ചോദിക്കാൻ. അപ്പൊ ടൈമിൽ നീ ഇതും കൂടി റിയലൈസ് ചെയ്തിട്ട് വേണം എന്റെ അടുത്ത് ഇതിനെ പറയാനായിട്ട്. അങ്ങനെ എനിക്ക് മനസ്സിലായില്ല. എന്നുവെച്ചാ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. അല്ല, നിനക്ക് ചോദിക്കാനുള്ള ചോദ്യം അത്. അതറിഞ്ഞാൽ എനിക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നിനക്ക് പ്രയോറിറ്റി ആണോ? ഐ മീൻ പ്രയോറിറ്റി ലിസ്റ്റിൽ ഞാൻ ഉണ്ടാവും. അപ്പൊ അതല്ല ഞാൻ നിന്റെ അടുത്ത് അന്ന് മറ്റേ ജെട്ടി ബിൽഡിംഗ് ഒന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, മുതുക്കിലെ എൻ്റെ ലൈഫില് ഒരു പ്രയോറിറ്റി ആയിട്ടാണ് നീ ഇപ്പൊ ഉള്ളത് എന്നുള്ളത് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ. എനിക്ക് സിറ്റിയിൽ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നിൻ്റെ ഫാമിലിയും ഒന്നിപ്പോൾ നീയാണ്, മനസ്സിലായോ? ഞാൻ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വണ്ടികളും എനിക്കിൻ്റെ ഒപ്പം നടക്കുന്ന എൻ്റെ ബ്ലേക്ക്, ഉസ്മാന്, സൈഫർ ഇവരായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഒന്ന് നിനക്കും ഫാമിലിക്കുമാണ്. അതിലാരാ ഏറ്റവും കൂടുതൽ വലുത് എന്നുള്ളത് ചോദിക്കരുത്. കാരണം ഫാമിലിക്ക് വേണ്ടിട്ട് അതെ, അത് ഫാമിലിക്ക് വേണ്ടിട്ട് ഞാൻ നിന്നെയും വിടൂല, നിനക്ക് വേണ്ടിട്ട് ഞാൻ ഫാമിലി ഒഴിവാക്കൂല. അതങ്ങനെയാണ്, അതാണ് എൻ്റെ കയ്യിലുള്ള എൻ്റെ ഡിസിഷൻ. അതാണ്. വേറെന്താ ചോദിക്കാണ്ട എനിക്ക്? എന്നാ നമുക്ക് പോവാം. അല്ലെങ്കിൽ പിന്നെ ഇതിൽ തന്നെ പോകാതല്ല. നിങ്ങള് പൊളിയാട്ടാ. അതെ, പൊക്ക് തന്നല്ല, ഇതും കേട്ടിട്ട് പൊങ്ങരുത് വലിയ വലിയ ആളൊന്നും ശരിക്കില്ല. എന്നാലും മക്കളെ മനസ്സിലുള്ള പറ, അപ്പനും കേക്കട്ടെ. മക്കളെ എന്തുവാ നീ നാണിക്കാരെ? അല്ല, ഇത്രയും ആൾക്കാര് ഇതാണ് എന്റെ ഫാമിലി, ഇതാണ് എന്റെ പ്രയോറിറ്റി. ഇന്നലെ ഓള് ചോദിച്ചതാണ് എന്റെ പ്രയോറിറ്റിയിൽ ആരൊക്കെയുള്ളത്. ഇത്രയും ആൾക്കാരൊക്കെ തന്നെയാണ് എന്റെ പ്രയോറിറ്റിയിലുള്ള ആൾക്കാര്. ഓരോ മുന്നിൽ നിർത്തിയിട്ട് പറയാന്ന് എനിക്ക് ഇവളെ ഇഷ്ടമാണ്. പക്ഷെ അത് ഞാൻ ഇവളുടെ അടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറയും. അപ്പൊ വേറൊരു ദിവസം ഞാനത് ഗ്രാൻഡ് ആയിട്ട് തന്നെ പറയും. ഇങ്ങോട്ട് വാ. ഇപ്പൊ നല്ല ഒരു ഫീൽ ഉണ്ട്. ഇപ്പൊ പറയാവാ. ഇങ്ങോട്ട് വാ. പറയട്ടെ? എന്താ പറയാൻ പറ്റാത്ത? പറയട്ടെ? പറയണ്ട. നീ ഞാന് സിറ്റിയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, മനസ്സിലായോ? പിന്നെ നീ ഒരു ജെമ്മാണ് സത്യം പറഞ്ഞ. വേറെയുള്ള ഗേൾസിന്റെ പോലെയല്ല. ഗേൾസിനോട് ഞാൻ സംസാരിക്കാറുണ്ട് പൊതുവെ, പക്ഷെ നീ കുറച്ച് സ്പെഷ്യലാണ്, വേറെയുള്ളവളെ പോലെയല്ല. അപ്പം നാളെ എനിക്ക് നിൻ്റെ അടുത്തൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. മറക്കരുത്, എന്തായാലും വരണം നാളെ നീ പ്രിപ്പയർഡ് ആയിട്ട് വരണം, മനസ്സിലായോ? പ്രിപ്പയർഡ് അല്ല എന്ന് പറയരുത്. മനസ്സിലായോ?
നാളെ പിന്നെ മുടക്ക് പറയരുത്. നാളെ എന്തായാലും രാത്രി ഒരു 12 മണിക്ക് ശേഷം നീ ഫ്രീ ആവണം. ഞാൻ ഓക്കെ. ഓക്കെ. ഇത് ചിരിക്കുന്നെന്താ? ഓക്കെ ഓക്കെ. ഭൂമി, ഞാന് നിന്റെ അടുത്ത് പറയാതെ 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടേ. നിനക്ക് അറിയുന്നുണ്ടാവും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ളത്. പക്ഷെ ഞാനതൊരു കുറേ ആൾക്കാർ നീട്ടി പറയുന്ന പോലെ ഞാനത് അങ്ങനെ പറയണില്ല. ഐ ലവ് യു. ഭൂമി വീണു. പറ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ കുറെ പ്രിപ്പയർഡ് ആയിട്ടില്ല എന്നെല്ലാം പറഞ്ഞാണ്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറണ്ട. അന്ന് ഇന്നത്തെ ദിവസം പ്രിപ്പയർ ആയിട്ട് വരാൻ പറഞ്ഞതല്ലേനോ? അല്ല, ഞാൻ പ്രിപ്പയർ ആയി. ആ പറ. എനിക്ക് കയ്യെന്തോ പറക്കുന്നല്ല. ഇഷ്ടാണ്. ശരിക്കും ഇഷ്ടാണ്. Congratulations, Sheikh. Congrats, brother. താങ്ക് യു.